ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. അതിഥിയായിത്തിയിരിക്കുന്നത് ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. സാർ, നമുക്ക് ആദ്യം തന്നെ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ശശിയല്ല, കോന്നി. ഓക്കെ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ സാർ. പറയൂ പറയൂ സാർ, ഞങ്ങളുടെ അടുക്കള പിന്നെ വലുതാ, റൂമിനെക്കാട്ട് ഏറ്റവും വലുതാ. അപ്പൊ അതിങ്ങനെ ഓരോരുത്തർ പറയുന്ന അടുക്കള വലുതായോണ്ടാ പൈസ കിട്ടുന്ന ഒന്നും നിക്കുന്നില്ല. എത്ര കിട്ടിയാലും നമ്മുടെ കയ്യിലൊന്നുമില്ല. ചോദ്യം എനിക്ക് മനസ്സിലായി, അതിന്റെ ഉത്തരം മാത്രം കേട്ടാൽ മതി. അതായത് അതിന്റെ ശരിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ അടുക്കള ചെറുതായിരുന്നാൽ പെട്ടെന്ന് പാചകം ചെയ്ത് തീരും. മനസ്സിലായില്ലേ? പാചകത്തിനുള്ള ഇല്ലെങ്കിൽ നിങ്ങൾ ഓടി നടന്ന് അതിനകത്ത് ഫുട്ബോൾ കളിക്കേണ്ടി വരും. അതാണ് ശരിക്കും. അതുകൊണ്ട് അടുക്കള ചെറുതായിരിക്കണം എന്ന് പറയാനുള്ള പ്രധാന കാരണം സയൻസ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അതാണ്. അതുപോലെ നിങ്ങൾക്ക് വലുതാണെന്നുണ്ടെങ്കിൽ ആ ഡൈനിങ് ടേബിൾ എടുത്ത് അതിനകത്ത് ഇടുകയോ ഒരു കട്ടനിട്ട് മറയ്ക്കുകയോ ഒരു വുഡിന്റെ ഒരു എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. അല്ല വേറെ ഒരു കാര്യമില്ല അതിനകത്ത്. അതുകൊണ്ട് അധികം ചിലവൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. എന്റെ മോൾക്ക് ഇപ്പൊ 20 വയസ്സായി. അവർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള അസുഖമാണ്. 4 വർഷം കൊണ്ട് അവർക്ക് ഈ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വിദ്യാഭ്യാസം ബ്രേക്ക് ചെയ്തേക്കുക. അതിന് എന്തെങ്കിലും അതിന് പരിഹാരം വല്ലതും ഉണ്ടോ? അതിന് പൊതുവേ ഉള്ള ഒരു പരിഹാരമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതിനൊരു പരിഹാരം, മറ്റൊരു പരിഹാരം അങ്ങനെയല്ല. നിങ്ങളെ വീട് വിളിച്ച് അറിയാവുന്ന ഒരു നല്ല ഒരു ഫെങ്ഷുയി കൺസൾട്ടന്റിനെ, ഒരു വാസ്തുശാസ്ത്രക്കാരനെ വിളിച്ച വീടൊന്ന് കാണിക്കി. ആ വീട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കി വരും. അതാണ് ചെയ്യേണ്ടത്. അല്ല ഇവിടെ ഇരുന്നിട്ട് നമുക്കത് ഒറ്റയടിക്ക് എനിക്ക് ആ സ്ഥലം എങ്ങനെയാണ്, നിങ്ങളുടെ വീട് എങ്ങനെയാണ്, വീടിന്റെ പൊസിഷൻ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഫെങ്ഷുയി എങ്ങനെയാണ് ചെയ്ത്, ഫെങ്ഷുയി ഉണ്ടോ, അവിടെ ശരിക്കുള്ള ചീയാണോ വരുന്നത്, ശരിക്കും അവിടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് എന്ന് അറിയാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും തോന്നരുത്. വിളിച്ച് കാണിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. വിളിച്ച് കാണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. അതേ ചെയ്യാൻ പറ്റൂ. അല്ല നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അവരെന്തെങ്കിലും ചെയ്യും. അത് ശരിയാവത്തില്ല. ശരിക്കും കണ്ടതിന് ശേഷമേ നമുക്ക്. അതാണ് നല്ലത്. സാർ, ഇപ്പൊ പലയിടത്തും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, വീട് വെച്ചിട്ട് വീട് ഒന്ന് വെക്കും. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴാണ് ഇവർക്ക് തോന്നുന്നത്, അയ്യോ ഇവിടെ ഒരു മുറിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ മുകളിൽ ഒരെണ്ണം കൂടെ ചെയ്തേക്കാം, അല്ലെങ്കിൽ സൈഡ്. അപ്പം ഈ കൂട്ടിച്ചേർക്കുക എന്നുള്ള പരിപാടി, എക്സ്ട്രാ ഒരു മുറി അല്ലെങ്കിൽ 2 മുറി ഇങ്ങനെ ചേർത്ത് വെക്കുക എന്നുള്ള ഒരുപാട് സ്ഥലത്ത് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വാസ്തുശാസ്ത്രം അനുസരിച്ച് വെച്ച വീടാണെങ്കിൽ കൂടി ഈ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് അത് ഭയങ്കര പ്രോബ്ലം ആണ്. അപ്പം ഫെങ്ഷുയിൽ എന്തെങ്കിലും ഈ വാസ്തുശാസ്ത്രം ആ ശാസ്ത്രമായിരുന്നാലും ഫെങ്ഷുയി ആയിരുന്നാലും ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ മനുഷ്യന് ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു വീട്ടിലായിരിക്കും, നല്ല സാമ്പത്തികമായിട്ടും ബിസിനസ്സായിട്ടും തൊഴിലായിട്ടും ഒക്കെ നല്ല രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ആൻസറിലേക്ക് വരാം. ഒരു കോൾ വീണ്ടും ഹോൾഡ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പറയൂ. അതെ സാറേ, ഞങ്ങളിപ്പോ ഒരു 3 വർഷമായിട്ട് ഒരു പുതിയ വീട് വെച്ചു. ഹലോ, പറഞ്ഞോ. 3 വർഷമായിട്ട് ഒരു പുതിയ വീട് വെച്ചു. അപ്പൊ അവിടെ താമസിച്ചു യാതൊരു അഭിവൃദ്ധി ഇല്ല. ഞങ്ങൾക്ക് ജോലി സംബന്ധമായി അഭിവൃദ്ധി ഇല്ല. ജോലി ഉണ്ടായിരുന്നു, ജോലി പോയി. അപ്പൊ അയാൾ ഭയങ്കര. പേരെന്താ പറഞ്ഞത്? അഷ്റഫ്, ചാവക്കാട് നിന്നാണ്. ആ തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള കിണർ സെപ്റ്റി ടാങ്ക് പോലെ ഉണ്ടോ? സാർ, തെക്ക് വശത്താണ് കിണർ വെക്കുന്നത്. പടിഞ്ഞാറോട്ട് മാറിയാണോ? പഴയ വീടുണ്ടായിരുന്നു അതിന്റെ. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, പഴയ വീടിന്റെ കാര്യമല്ല എനിക്ക് അറിയേണ്ടത്. തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ കിണറുണ്ടോ? ഒരേ സെപ്റ്റി ടാങ്ക് ഉണ്ടോ? കിണറുണ്ട് സാറേ. ഉണ്ടോ? ഒരു കാര്യം ചെയ്താൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം വിളിച്ചാൽ അതിന്റെ കറക്ഷൻ ഞാൻ പറഞ്ഞുതരാം. കാരണം അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ശരി, അത്രേ ഉള്ളൂ. ആ കിണറിന്റെ ഒരു ചെറിയ കറക്ഷനുണ്ട്. അതെ സാർ, നമ്മൾ പറഞ്ഞ വീട് എക്സ്ട്രാ പിന്നെ മുറികൾ. അപ്പൊ ഈ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതനുസരിച്ച് മനുഷ്യന് ആഗ്രഹങ്ങൾ ഒരിക്കലും നിലയ്ക്കുന്നില്ല. അപ്പൊ വിചാരിക്കും അപ്പോഴും പിന്നെ ഈ ഫെങ്ഷുയിയോ വാസ്തുവോ ഒന്നും നോക്കില്ല. കാരണം പൈസ ഉണ്ടല്ലോ, കണ്ടമാനം പൈസ ഉണ്ടല്ലോ. ഒരു കാര്യം നോക്കാതെ ഏട് പിടിയെന്ന് പറഞ്ഞ് ഒരു റൂമും കൂടെ ഇറക്കും. അപ്പൊ അപ്പോഴും വരെ നിലവിലുണ്ടായിരുന്ന കണക്കുകളും അളവുകളും കോലുകളും അല്ല. ഇപ്പൊ അളവും കോലും ഒന്നും നോക്കിയിട്ട് വീടൊന്നും വെക്കാൻ പറ്റില്ല. 2-3 സെന്റ് സ്ഥലത്തൊന്നും നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാമല്ലോ. ഫെങ്ഷുയി റെമഡിയൊക്കെ ഒരുപാടുണ്ടല്ലോ.
ഒരുപാട് ലോകവ്യാപകമായിട്ട് ഫെങ്ഷുയി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം കിട്ടുന്നതുകൊണ്ടാണ് ആൾക്കാരെല്ലാം ഫെങ്ഷുയി ആശ്രയിക്കുന്നത്. കാരണം ഇടിക്കലും പൊളിക്കലും ഒന്നുമില്ല അതിനകത്ത്. ടൂൾസുകളോ ഉപകരണങ്ങളോ ചെറിയ ചെറിയ കറക്ഷൻ കൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ സ്പീഡ് കൂട്ടാം, ഇല്ല പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒരു റൂം ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു മൂല, ചിലപ്പോൾ കന്നിമൂല ഭാഗം തന്നെയായിരിക്കും അവിടെ നഷ്ടപ്പെടുന്നത്. ആ മൂല ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെടാൻ പോകുമ്പോഴത്തേക്ക് ഈ നല്ല രീതിയിൽ നിന്ന ആളിന് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ ഇപ്പൊ പറഞ്ഞ കണക്ക് തൊഴിൽ പ്രശ്നങ്ങൾ, കുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിന്റെ കാരണം ഒന്നാമത്തെ കാര്യം ഇതാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ ഒരു റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കെല്ലാം കാശ് കൊടുക്കുന്നുണ്ടല്ലോ. ഇവരെ അറിയാവുന്ന പ്രദേശത്ത് അറിയാവുന്ന ഒരു വാസ്തുശാസ്ത്രക്കാരൻ, ഫെങ്ഷുയി കൺസൾട്ടൻസ്, കാരണം അറിയാവുന്നവരെ വിളിച്ചിട്ട് അതൊന്ന് കാണിക്കുന്നത് 2 വട്ടം ചെലവാക്കുന്നതിനേക്കാൾ ഒരു പ്രാവശ്യം ചെലവ് കൊണ്ട് കാര്യം അവസാനിക്കും. ഓക്കെ സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. ആരാണ്? എന്റെ പേര് സുസൈനാണ്. എവിടെ നിന്നാണ്? ഞാൻ കുറ്റിപ്പുറത്താണ്. സംസാരിച്ചോളൂ സാർ. പറയൂ. എനിക്ക് 2 വർഷമായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് തടസ്സമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജോലി? സാർ, ഒരിക്കലും ഒന്നും ശരിയായി വരുന്നില്ല ലൈഫിൽ. എന്താണ് ജോലി? എന്താണ്? എനിക്ക് ബിസിനസ് ആയിരുന്നു. പേരെന്താണ്? കുറച്ച് ലോസ് സംഭവിച്ചു. ഹുസൈൻ എന്നാണ്. ഹുസൈൻ, ഇപ്പൊ നിങ്ങൾക്ക് ജാതകത്തിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ പോലും, ജാതകത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, അത് പോട്ടെ, അത് വേറെ വിഷയം. വിശ്വാസം ഇല്ലെങ്കിൽ പോലും ശരിക്കും ജാതകവും ജ്യോതിഷവും അയച്ചിങ് ജ്യോതിഷവും ഒക്കെ ഉണ്ട് നമ്മുടെ ലോകത്തായിട്ട്. അപ്പൊ ആ വിശ്വാസം എന്ന് പറയുമ്പോൾ ജാതക ദോഷം ഉള്ള ഒരാൾ താമസിക്കുന്നത് വാസ്തു ദോഷമുള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദോഷങ്ങൾ കൂടിയേ വരും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ജാതകവശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ വാസ്തു ദോഷമുണ്ട്. അപ്പോൾ ഈ വാസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെങ്ഷുയി കറക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് ഒരാളിനെ വിളിച്ചിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൂലകളെയും നോക്കിയിട്ട് വടക്ക് വശത്ത് എന്താണ്, കിഴക്ക് എന്താണ്, തൊഴിലിന്റെ സ്ഥാനമാണ് പോയി കിടക്കുന്നത്, വടക്ക് വശത്ത് തൊഴിലിന്റെ സ്ഥാനം, ആ വടക്ക് വശത്താണ് എന്താണുള്ളത്, ഇല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് എന്താണുള്ളത്, സൗത്ത് വെസ്റ്റിൽ എന്താണുള്ളത്, കിണർ എവിടെയാണുള്ളത്, ബെഡ്റൂം എവിടെയാണുള്ളത്, കിച്ചൺ എവിടെയാണുള്ളത്, ഇങ്ങനെയുള്ള കറക്ഷനുകൾ ചെയ്യുമ്പോൾ 100% നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അവിടെ ജാതകദോഷം ഒരു പ്രശ്നമല്ല. ജാതകദോഷം നമുക്ക് തീർച്ചയായിട്ടും ഫെങ്ഷുയി കറക്ഷനിലൂടെ, വാസ്തുവിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്ക്, ഞാൻ വരാം. ഇല്ലെങ്കിൽ എന്നെ കണക്ക് അറിയാവുന്ന ആരെങ്കിലും കഴിവുള്ള സത്യസന്ധനായ ഒരാളിനെ പൈസ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. മലപ്പുറത്തും കേരളം മുഴുക്ക പന്തലിച്ച് കിടക്കില്ല. ഞാൻ ദിവസവും യാത്രയിൽ തന്നെയാണ്. യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. ഇപ്പം 10 വർഷമായില്ലേ സാർ ഫെങ്ഷുയി രംഗത്തുണ്ട്? 10-40,000 വീടോളം സന്ദർശിച്ചു കഴിഞ്ഞു. അപ്പൊ സാറിന് ഒരുപാട് ഇങ്ങനെ വെറൈറ്റി അനുഭവങ്ങൾ ഉണ്ടായിക്കാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന? അതായത് ഓർമ്മയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ വെറൈറ്റി എന്ന് ഇപ്പൊ രമ്യ എന്തോ പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ പോലെ രമ്യയുടെ വീട് പോലെ ആയിരിക്കില്ല എന്റെ വീട്, എന്റെ വീട് പോലെ ആയിരിക്കില്ല റിയാസിന്റെ വീട്. നമ്മളെല്ലാം വീടുകളെല്ലാം പല രീതിയിലുള്ളതായിരിക്കും, പല അനുഭവങ്ങളുള്ളതായിരിക്കും, പല രീതിയിലുള്ള വാസ്തുശാസ്ത്രം അറിയാവുന്ന ആൾക്കാർ പണ്ട് പറഞ്ഞിരിക്കുന്ന ഓരോ പ്രദേശത്തിനും അനുസൃതമായിട്ടുള്ള വാസ്തു കറക്ഷൻ ചെയ്യണമെന്നാണ്. അതിനകത്ത് പറയും ഇപ്പൊ ആന്ധ്രയിലതോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വാസ്തു ആയിരിക്കണം നമുക്കുള്ളത്. ചൈനയിലെ വാസ്തുവല്ല ഇവിടെ ഉള്ളത്. ചൈനയിൽ മഴ പെയ്തെന്ന് വെച്ചിട്ട് ഇവിടെ കുട പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടുത്തെ കൾച്ചർ വേറെ, അവിടുത്തെ ഭൂപ്രകൃതി വേറെ, എല്ലാം വെവ്വേറെയാണ്. അപ്പൊ അവിടുത്തെ രീതി അനുസരിച്ച് നമുക്ക് അനുയോജ്യമായ രീതിയിൽ മാത്രമേ നമുക്ക് വാസ്തു കറക്ഷൻ ചെയ്യാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഭാരതീയ വാസ്തുവും കേരളീയ വാസ്തുവും ഫെങ്ഷിയും കൂടെ ഇടകലർത്തിയിട്ടാണ്. ഇതിലേക്ക് വരും. വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ്, താഹിറാണ്. പറയൂ. അസ്സലാമു അലൈക്കും. ഹലോ, എന്റെ ഭർത്താവിന്. വലൈക്കും അസ്സലാം. പറയൂ. ഒരു പുരോഗമനമില്ല. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ്. വീടിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ വാസ്തുശാസ്ത്രം നോക്കിട്ട് തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഭർത്താവിന് ഒരു പുരോഗമനം എന്ത് ചെയ്തിട്ട് കിട്ടുന്നില്ല. വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട് വെച്ചിരിക്കുന്നു നിങ്ങളുടെ തോന്നലല്ലേ അത്? എവിടെയാണ് വീട്? എവിടെയാണ്? എടപ്പാൾ ചുങ്കത്തിനടുത്താണോ? എടപ്പാൾ ചുങ്കത്തിനടുത്താണെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ അവിടെ വരുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് കാണിക്കാൻ പറയാം. അവിടുത്തെ വാസ്തു കറക്ഷൻ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അതായത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂല വിട്ടിട്ട് കുറ്റിയടിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ. കന്നിമൂല എന്താണെന്ന് അവർക്ക് അറിയില്ല. ഞങ്ങള് കിണറ് തെക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. എന്നാ ഒരു കുഴപ്പമില്ല, നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. പിന്നെ ടാങ്ക്, ബാത്റൂമിന്റെ ടാങ്ക് തെക്ക് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറാണോ? തെക്ക് പടിഞ്ഞാറായിട്ട് തന്നെയാണ്. വളർന്ന നല്ല പടിഞ്ഞാറക്കല്ല.
അല്ല, എന്തായാലും ഒരു കാര്യം ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം എന്നെ വിളിക്കും. സമയം വളരെ കുറവാണ്, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാറിന്റെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു രമ്യ, അനുഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സാറിന്റെ എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളെ എന്റെ മുമ്പിലുള്ളൂ. അതായത് ഒരുപാട് മുഖങ്ങൾ, കോടീശ്വരന്മാരെയും സാധാരണക്കാരനെയും ചെറ്റക്കുള്ളിൽ കിടക്കുന്നവരെയും ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം അവരുടെ കരച്ചിൽ ചെന്ന് കയറപ്പോഴത്തേക്ക് പുരുഷന്മാർ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കും. യവനേതോ പറ്റിപ്പുകാരനാണ്. അവിടുത്തെ സ്ത്രീകളുടെ നിർബന്ധം മുഖാന്തരമാണ് നമ്മൾ വിളിക്കുന്നത്. അവസാനം കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോ ഇദ്ദേഹത്തിന്റെ ആ വിമ്മിഷ്ടം, ആ വിമ്മി പൊട്ടൽ കാണുമ്പോൾ ഞാനും കൂടി കരഞ്ഞു പോകും. അവസാനം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. പൈസ വാങ്ങാൻ പറ്റൂ? പൈസയും വാങ്ങാൻ പറ്റില്ല. നമ്മുടെ യാത്രാ ചെലവ് പോലും വാങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലായി പോകും. ആ അവസ്ഥയിൽ എത്രയോ അനുഭവങ്ങൾ, എത്രയോ മുഖങ്ങൾ, എന്തെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല, ശരിക്കും നമ്മൾ ചെയ്യപ്പോഴത്തേക്ക് വാസ്തു കറക്ഷൻ എന്താണെന്നും നമ്മൾ നോക്കിയിട്ട് വേണം അത് ചെയ്യേണ്ടത്. വാസ്തു കറക്ഷൻ ശരിയായ രീതിയിൽ അറിയാവുന്ന ആൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധമായ പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കോടികൾ മുടക്കി പണി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു വാസ്തു ശാസ്ത്രം അറിയുന്ന ആളിനെ, ഫെങ്ഷുയി അറിയുന്ന ആളിനെ വിളിച്ച് കാണിച്ചിട്ട് നമ്മൾ അത് ചെയ്ത്. നമുക്ക് അവസാനമായിട്ട് ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ വീട് എറണാകുളത്താണ്. ആരാണ്? എന്റെ പേര് സാബു. സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. പറയൂ. ഞാൻ എന്റെ വീട് ഇരിക്കുന്നതേ, എന്റെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് മൂടി വെച്ചിരിക്കുകയാണ്, കോൺക്രീറ്റ് കൊണ്ട്. അങ്ങനെ വല്ല തടസ്സമുണ്ടോ? അതുകൊണ്ട് അതൊക്കെ മാറ്റി കളഞ്ഞേക്ക്. അവിടെ വേണ്ട, നമുക്ക് അവിടെ വേണ്ട. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്ഥാനം നോക്കിയിട്ട് ഒരാൾ പറഞ്ഞു ബൗണ്ടറി തിരിക്കണമെന്ന്. അതിന് ബാക്കിലായിട്ടാണ് സെപ്റ്റി ടാങ്ക് ഇരിക്കുന്നത്. അതിന് ബാക്കിലാ. കെട്ടിന് പുറത്ത് എന്തും ആകാം, ഒരു പ്രശ്നമില്ല നമുക്ക്. കുഴപ്പമില്ല. ഇല്ല, കെട്ടിന് പുറത്ത് എന്തും ആയിക്കോട്ടെ, നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. പിന്നെ എന്റെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ നേരെ ഒരു മാവ് നിൽക്കുന്നുണ്ട്, മരമായിട്ട്. അത് ഏത് ഭാഗത്താണ്? ഹലോ, പറഞ്ഞോളൂ. ആ മരം നിൽക്കുന്നത് ചൈനീസിന്റെ ഇതിൽ അത് ദോഷമാണെന്ന് പറയുന്നുണ്ട്. ചൈനീസിന്റെ ഇതിൽ മാവ് നിൽക്കുന്നതിന് യാതൊരു ദോഷവുമില്ല. ഒരു മാവ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ 10 മടങ്ങ് ഭാഗ്യം ഉണ്ടാവുമെന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സയൻസ്, അതിന്റെ ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു ആചാരപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് നോക്കുന്നത് മാവ് ഇവിടെ നിൽക്കണം നോക്ക്. എന്തിനാണെന്ന് അറിയാമോ? ചിത ഒരുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ മാവ് ഇങ്ങനെ പാകമായി എന്നെ ഇങ്ങനെ കത്തി ഞാൻ റെഡിയായി നിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉളവാക്കണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മാവിന് കുഴപ്പമില്ല. അത് നിൽക്കുന്ന സ്ഥാനം ഹിന്ദു ആചാരപ്രകാരം നമ്മൾ ഭരിച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ചിത ഒരുക്കാൻ വേണ്ടി മാവ് ഇവിടെ നിൽക്കണം നോക്കും. അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവ ഇങ്ങനെ റെഡിയായി നിൽക്കണ്ട. അത് മാത്രമേ അതിനകത്തുള്ളത്, യാതൊരു പ്രശ്നമില്ല. ഇല്ല, വീടിന് ബാക്കിലായിട്ട്. അല്ല, അതിന്റെ കുഴപ്പം ഇതാണ് ഈ പറഞ്ഞത്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, എത്ര തന്നെ. വാട്ടർ ടാങ്ക് മൂടിക്കളയോ, അവിടെ നിന്ന് മാറ്റുക ചെയ്യണം. കാരണം അവിടെ ഒരിക്കലും കിടങ്ങ് കുഴി വരാൻ പാടില്ല, വെള്ളവും വരാൻ പാടില്ല. തെക്കും പടിഞ്ഞാറും വെള്ളം വേണ്ട, കിഴക്കും വടക്കും വെള്ളം എത്രയോ ആയിക്കോട്ടെ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. നമുക്ക് സമയം പൂർണ്ണമായും എനിക്ക് തോന്നുന്നു ഇത്രയും ടൈം പോരാ. ശരിക്കും ചൈനീസ് ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം 24-ാം തീയതി പ്രോഗ്രാം ഉണ്ട്. ഒരുപാട് സംശയങ്ങളുള്ളവർ അന്ന് വിളിക്കട്ടെ. 24-ാം തീയതി സാർ, വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.